ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരു ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ് ഓൺ എലിറ്റ് വേവ് ബേസ്ഡ് തിയറി. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മളിത് പഠിക്കാൻ പോവുക, ലേൺ ചെയ്യാൻ പോവുക. ഞാൻ ഒരു വാല്യൂബിൾ ഒരു വീഡിയോ ആയിരിക്കും. പാറ്റേൺ കൺഫർമേഷൻ ആണ് ഈ വീഡിയോയുടെ പേര്. പാറ്റേൺ കൺഫർമേഷൻ ദാറ്റ് മീൻസ് ഇതാണ് പാറ്റേൺ കൺഫർമേഷൻ. ദാറ്റ് മീൻസ് ഒരു പ്രൈസ് എപ്പോഴാണ് നമുക്ക് പാറ്റേണിൻ്റെ ഒരു കൺഫർമേഷൻ തരുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പാണ് പാറ്റേൺ കൺഫർമേഷൻ ഉണ്ടാവും. ഒന്ന് ഒരു ഹൈ അടിച്ചു, ദെൻ നെക്സ്റ്റ് ടൈം ഈ ഒരു ഹൈ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, സോ അതിൻ്റെ കൺഫർമേഷൻ ആയോ ഇല്ലാന്ന്. ഓക്കെ, ദാറ്റ് ഈ ഹൈ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അത് ഹൈ ആണോ ഡബിൾ ടോപ്പ് ആണോ എങ്ങനെ. ഫസ്റ്റ് ഇങ്ങനെ. സെക്കൻഡ് ടൈപ്പ് വരുന്നത് ABC സ്ട്രക്ചർ. നമ്മൾ ABC സ്ട്രക്ചർ നമ്മൾ പോവുകയാണെങ്കിൽ സപ്പോസ് പ്രൈസ് ഇങ്ങനെ വന്നു എ ആൻഡ് ദെൻ ബിയുടെ ഒരു ഹൈ ആൻഡ് ദെൻ സി. ഓക്കെ, ഇങ്ങനെ ആയി. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ A to Bയുടെ യൂഷ്വലി നമ്മളെപ്പോഴും 0 to Bയുടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ അടിക്കുമല്ലോ, എപ്പോഴും നമ്മൾ ഇടാറുണ്ടല്ലോ 0 to ട്രെൻഡ് ലൈൻ. സോ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം. സോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ടൈം ഫ്രെയിമിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ABC സ്ട്രക്ചർ നമ്മൾ ആയിക്കഴിഞ്ഞാൽ സോ അതിൻ്റെ 0 to Bയുടെ ട്രെൻഡ് ലൈൻ ഇത് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടൈം വൈസ് ആണ് നമുക്ക് നോക്കണ്ടോ. സോ ഈ വീഡിയോ എലിറ്റ് വേവ് ബേസ്ഡ് അല്ല, എലിറ്റ് വേവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഒരു കുറച്ചുകൂടി ടഫസ്റ്റ് പാർട്ടാണെന്ന് പറയാം. ബട്ട് ഇത് ആസ് പെർ ഇൻഡിക്കേറ്റർ ടൈപ്പ് യൂസ് ചെയ്യുക. ഇൻഡിക്കേറ്റർ മീൻസ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് പ്രൈസ് കറക്റ്റാണോ ഇല്ലയെന്ന്. നമുക്ക് വേറെ ഇൻഡിക്കേറ്ററുടെ ആവശ്യമില്ല, റൈറ്റ്? വേറെ ഇൻഡിക്കേറ്റർ, ബട്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. മീൻസ് നമുക്ക് കൺഫർമേഷൻ കിട്ടും ദറ്റ് പ്രൈസ് യെസ്, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് പ്രോപ്പറാണോ ഫേക്ക് അല്ല. ഓക്കെ, പ്രോപ്പറാണോ ഫേക്ക് അല്ല, ഇത് അങ്ങനത്തെ ഒരു കൺഫർമേഷൻ നമുക്ക് ഇത് തരും. എങ്ങനെയാണ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് ഒരു നോർമൽ അതിലേക്ക് ഞാൻ പറഞ്ഞു തരാം. സപ്പോസ് പ്രൈസ് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഫോൾ വരുന്നു. ഓക്കെ, നോർമലി നമുക്ക് നോക്കാം. ഒരു ഫോൾ വന്നു താഴേക്ക്. ഓക്കെ, ദെൻ ഈ ഫോള് ABC സ്ട്രക്ചറാണല്ലോ യൂഷ്വലി നമ്മളെപ്പോഴും കറക്ഷൻസിൻ്റെ ഒരു ഫോൾ വരുന്നത്. ഈ ഫോള് ABC സ്ട്രക്ചർ താഴേക്ക് വന്നു. ദെൻ ആ ഒരു ഫോള് കഴിഞ്ഞിട്ട് തിരിച്ച് മേളിലേക്ക് കയറുമ്പോഴത്തേക്ക് മേളിലേക്ക് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഹൈ ഇത് ക്രോസ് ചെയ്യും. ഇത് ഹൈ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ടൈം എടുക്കുന്നു മനസ്സിലാക്കി എടുക്കുക. എത്ര ടൈം എടുക്കുന്നു മീൻസ് എത്ര ക്യാൻഡിൽസ് എടുക്കുന്നുണ്ട്. സപ്പോസ് ഇപ്പം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ചിൻ്റെ ഈ ഒരു ഓപ്ഷനാണ്. സപ്പോസ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഫോൾ ഇത് വന്നു. എത്ര ക്യാൻഡിൽസ് ആണ്? 94 ക്യാൻഡിൽസ്, 94 ബാർസ് ആണ് ഇങ്ങനെ സംതിങ് കാണിക്കണം. ഓക്കെ, 94 95 എത്രയാണെന്ന് ജസ്റ്റ് അതും അപ്രോക്സ് 100 ബാർസ് കൂട്ടിക്ക് ഓവറോൾ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഒരു ഐഡിയക്കല്ല പറയണത്. ഓവറോൾ 100 ബാർസ് എടുത്തു. ഓക്കെ, തിരിച്ച് പ്രൈസ് മേളിലേക്ക് ABC സ്ട്രക്ചർ ഞാൻ പറയണം. ABC സപ്പോസ് ഒരു ഫോൾ വന്നു. ഓക്കെ, വന്നു കഴിഞ്ഞ് തിരിച്ച് മേളിലേക്ക് കയറുമ്പോഴത്തേക്ക് മിനിമം 50 ദാറ്റ് മീൻസ് ലാസ്റ്റ് വന്ന ഫോളിൻ്റെ 50 ഓർ മാക്സിമം സെയിം 100. ഓക്കെ, സെയിം 100 ബാർസ് ദാറ്റ് മീൻസ് സെയിം 100 ക്യാൻഡിൽസ്, മാക്സിമം സെയിം എടുക്കണം. അത്ര തന്നെ സമയം എടുക്കണം. അതിൻ്റെ കൂടുതലാവാൻ പാടില്ല. ഓക്കെ, സോ അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും പ്രൈസ് മുകളിലേക്ക് പോയത്. ഇപ്പോൾ ഇത് 100 ബാർസ് 95 എത്ര 100 ബാർസ് ആണെങ്കിലും, ഇപ്പോൾ 100 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 100 ബാർസ് 100 ക്യാൻഡിൽസ് ആണെങ്കിൽ തിരിച്ച് കയറുമ്പോൾ മിനിമം 50. ഓക്കെ, മിനിമം 50 ഓർ അതിൻ്റെ മുന്നേ എത്ര വേണമെങ്കിൽ ഏർലി എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് നേരത്തെ വന്ന ഫോളിനേക്കാളും നേരത്തെ ടൈം പീരീഡിൽ കുറച്ചുകൂടി ഏർലി ടൈം ഫ്രെയിമിൽ നമ്മൾ അത് ബ്രേക്ക് ഔട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് അതിൻ്റെ അപ്പുറം ഇപ്പോൾ സെയിം ഇത് 100 ആണെങ്കിൽ ഇത് സെയിം 100 മാക്സിമം 100 സെയിം തന്നെ ടൈം ഫ്രെയിമിൽ കേട്ടോ. സോ മാക്സിമം സെയിം ടൈം ഫ്രെയിമിൽ തന്നെ ഇത് ബ്രേക്ക് ഔട്ട് തരണം. മേളിലത്തെ ഹൈ ബ്രേക്ക് ഔട്ട് തരണം, ക്ലോസിങ് തരണം, ഹെൽത്തി ക്ലോസിങ്. ഏത് നമ്മുടെ ടൈം ഫ്രെയിമിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത്. ഫസ്റ്റ് എനിക്കൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഫോൺ ലേണിംഗ് പർപ്പസിനാണ്. സോ മിനിമം 75 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ താഴെ വർക്ക് ചെയ്യില്ല. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ അടിപൊളി നന്നായിട്ട് വർക്ക് ചെയ്യും. സോ അതൊരു പ്രാക്ടീസിനാണ് ഇത്. നോർമലി എല്ലാം ഇൻഡിക്കേറ്റേഴ്സ് പല ഇൻഡിക്കേറ്റേഴ്സ് ഇത് മാർക്കറ്റിലുണ്ട്. ഓക്കെ, സോ എല്ലാവരും ബേസിക്കാണ് ഷെയർ ചെയ്യുന്നത്, പഠിക്കുന്നത്. ബട്ട് ഇത് അപ്ഗ്രേഡഡ് ഒരു വീഡിയോ ഞാൻ പറയാം. എലിറ്റ് വേവ് തിയറിയുടെ കുറച്ചുകൂടി പെർഫെക്റ്റ്, കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ്. സോ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് അറിയാൻ പറ്റും. ഇത് എലിറ്റ് വേവ് തിയറി എല്ലാ കോഴ്സസും ഉണ്ട്. എല്ലാവരുടെ ഇത് ശരിക്കും നല്ല വാല്യൂബിൾ വീഡിയോ ആണ്. ഇപ്പോൾ ഈ കോഴ്സ് ഇവിടെ പഠിക്കാൻ പോയി ഇങ്ങനെ 10 30 50,000 1 ലക്ഷം വരെയൊക്കെ മേടിക്കും. ബട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് യൂണിഫോം ലേണിംഗ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒന്ന് പഠിച്ച് വരണം.
അല്ലാണ്ട് ചുമ്മാ ഈ നമ്മുടെ കുറേ ഇഷ്ടംപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കേസസാണ്. ബട്ട് എലിറ്റ് വേവ് തിയറിയുടെ ഈ ഒരു പാർട്ട് ഡിഫറെൻ്റാണ്. ഡിഫറെൻറ്റ് നല്ലൊരു ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിവാർഡ് എന്തായാലും കിട്ടും. സോ ഇത് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്ററാണ്. ദാറ്റ് മീൻസ് 50 ക്യാൻഡിൽസ് ഇത് താഴേക്ക് 50 or 100 എത്ര ക്യാൻഡിൽസ് എടുക്കുന്നു ഈ ഫോൾ അത്ര തന്നെ, ഓർ അതിൻ്റെ ഹാഫ് ടൈം ഫ്രെയിമിൽ, ഓർ മീൻസ് അതിനേക്കാളും കുറവ് ടൈം ഫ്രെയിമിൽ തന്നെ പ്രൈസ് ഇതിൻ്റെ ബ്രേക്കൗട്ട് തരണം. ഓക്കെ, ഇൻ കേസ് ടൈം കൂടുതലല്ല, അതിൻ്റെ കാലം കൂടുതലെടുത്താൽ, സപ്പോസ് 100-നേക്കാളും കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? നെക്സ്റ്റ് ചോദ്യം ഇതാണല്ലോ. ഇപ്പോൾ ഈ ഫോൾ 100 ക്യാൻഡിൽസിന് വന്നു. സോ മേളിലേക്ക് പോയി 100-നല്ല 110 ആയി, 115, 150. സോ ആ ഒരു സിനാരിയോയിൽ പ്രൈസ് എന്തായി? ഡബിൾ ടോപ്പ്, ഓർ ഡബിൾ ടോപ്പ് അല്ല, മീൻസ് ആ ഒരു ഡബിൾ ടോപ്പ് അല്ല, ആ ഒരു പ്രൈസ് കറക്റ്റീവ് ഫേസിലാണെന്ന് പറയാം. കറക്റ്റീവ് ഫേസ്, ദാറ്റ് മീൻസ് അത് ഈ പോയേക്കുന്ന മൂവ് ഇമ്പൾസീവ് മൂവ് അല്ല, കറക്റ്റീവ് ഫേസ് ആണ്. കറക്റ്റീവ് ഫേസ് ദാറ്റ് മീൻസ് അത് നമ്മൾ തിരിച്ച് ഇനി റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ABC ആയിട്ട് റീഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ദാറ്റ് മീൻസ് പ്രൈസ് ABC ആയിട്ട് ടഫസ്റ്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യേണ്ടി വരും. ഇത് എവിടെ വാല്യൂ വരും? ഇത് നമ്മുടെ 4th വേവ് ഉണ്ടല്ലോ, 4th വേവിൽ 3rd വേവ് കംപ്ലീറ്റ് ആയി, ദെൻ 4th ഫോൾ വന്നു. 4th വേവിൻ്റെ ഒരു ഫോൾ താഴേക്ക് വന്നു. ആ ഫോൾ തിരിച്ച് കയറുമ്പോഴത്തേക്ക് ഒത്തിരി പ്രാവശ്യം ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും മാർക്കറ്റ്. ജസ്റ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു ആൻഡ് ദെൻ അവിടെ ട്രാപ്പായി. ബട്ട് ഏർലി ഒത്തിരി നമ്മുടെ എക്സ്പീരിയൻസ് ട്രേഡർ ഉണ്ടല്ലോ, അവർ നേരത്തെ തന്നെ പറയും ഇത് പോകുന്ന മൂവ് ഡബിൾ ടോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഡബിൾ ടോപ്പ് അല്ല, ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ടാണോ, അവർ ഫേക്ക് ഇത് ചെയ്യാൻ പോവുക. അവർക്ക് നേരത്തെ അറിയാൻ പറ്റും. നമുക്ക് എന്താ നേരത്തെ അറിയാൻ പറ്റാത്തത്? അതാണ് ഇതിൻ്റെ റീസൺ. അവർക്കൊക്കെ എല്ലാവരും പഠിച്ചു, പക്ഷേ ഷെയർ ചെയ്യില്ല. സോ കാര്യം ഇതാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഈ സെയിം ടൈം ഫ്രെയിമിൽ ഒരു ഹാഫ് ടൈം ഫ്രെയിമിൽ ഈ ഹൈ ക്രോസ് ചെയ്യണം, സ്പീഡിൽ ക്രോസ് ചെയ്യണം, റൈറ്റ്? സ്പീഡിൽ ക്രോസ് ചെയ്യണം. ദെൻ നമുക്ക് പറയാൻ പറ്റും പ്രൈസ് യെസ് എന്തായി, പ്രൈസ് ജെന്വിൻ ബ്രേക്ക് ഔട്ടാണ്, ജെന്വിൻ പ്രൈസ് മൂവ് അപ്പ് സൈഡ് മൂവ്. ജെന്വിൻ ഹാഫ് ടൈം ഫ്രെയിമിൽ ജെന്വിൻ അപ്പ് സൈഡ് മൂവ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് നമുക്ക് പിന്നെ 1, 2, 3, 4, 5 ആയിട്ട് കൗണ്ട് ചെയ്യാം പ്രൈസ്. അല്ലെങ്കിൽ ടൈം ഫ്രെയിം 100-നേക്കാളും മീൻസ് ലാസ്റ്റ് വന്ന ഫോളിനേക്കാളും ഡബിൾ 50 ഓർ മീൻസ് ഇപ്പോൾ നമ്മൾ ഇത് 100 ആയിരുന്നല്ലോ, 110, 115 ക്യാൻഡിൽസ് എടുക്കുവാണ്, 130, 140, 150 ടൈം എടുക്കുവാണെങ്കിൽ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് ബ്രേക്ക് ഔട്ട് തരണം. ബ്രേക്ക് ഔട്ട് മീൻസ് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യണം, നേരത്തെ അടിച്ച ഹൈ ക്രോസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ക്യാൻഡിൽ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ക്യാൻഡിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ആ ഹൈ ക്രോസ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് അറിയാൻ പറ്റും പാറ്റേൺ കൺഫർമേഷൻ, ദാറ്റ് മീൻസ് പ്രൈസ് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്തിരി ടഫായിരിക്കും എനിക്കറിയാം, കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു ലെവൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല പണ്ട് മുതൽ. ബട്ട് യെസ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് റീസൺ നമുക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവണം. ഇപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്താൽ ഐ തിങ്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിങ്ങിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ക്ലിയർ ആവും. എപ്പോഴാണ് മീൻസ് നിങ്ങൾ ഫുൾ എലിറ്റ് വേവ് തിയറിയുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ടഫാണ്. യെസ്, ബട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇനി നമുക്ക് വേഗം ഇതിലേക്ക് വരിക. കറക്ഷൻ ഇതാണ് ABC സ്ട്രക്ചറിൽ 0 to BD ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, സപ്പോസ് ഈ ഒരു ക്യാൻഡിൽസ് എത്ര ക്യാൻഡിൽസ് എടുത്തു? അപ്രോക്സ് നമുക്ക് പറയാം ഇത് 430. ഇത് കുറച്ചേക്കാം, ഭയങ്കരമായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ABC കറക്ഷനിൽ പ്രൈസ് 220 ഓർ സംതിങ്, 200 ബാർസ് എടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, 200 ബാർസ് എടുത്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, തിരിച്ച് പ്രൈസ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തരുമ്പോഴത്തേക്ക് പ്രൈസിങ്ങിന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തരുമ്പോഴത്തേക്ക് ഈ 0 to BD ട്രെൻഡ് ലൈൻ നമ്മൾ ബ്രേക്ക് ഔട്ട് തരുന്നു. സോ ആ ഒരു മിനിമം 100, 90 ആയാലും 80 ആയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് മിനിമം ടൈം ഫ്രെയിമിൽ ഈ ഫുൾ ലെഗിൻ്റെ ABC കംപ്ലീറ്റ് ആയിരുന്നു, പിന്നെ ഫുൾ ലെഗിൻ്റെ മിനിമം ടൈം പീരീഡ് കുറച്ചെടുക്കണം. എന്നിട്ട് ഈ സ്പീഡിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം, 0 to BD ട്രെൻഡ് ലൈൻ. ആ ഒരു സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 1, 2, 3, 4 ആയിട്ട് കൗണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ആ ഒരു സിനാരിയോ ബൈ ആൻഡ് ഡിപ്പ് സ്ട്രാറ്റജി ആകുമെന്നും. മനസ്സിലായോ? അതാണ് ആ ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കുക. ചിലപ്പോൾ ഇത്രയും അത് ക്ലിയർ ആവാൻ സമയം എടുക്കും. വീഡിയോ ഒരു പ്രാവശ്യം കണ്ടാൽ ക്ലിയർ ആവത്തില്ല, 2-3 പ്രാവശ്യം 4-5 പ്രാവശ്യം കാണണം, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. ഞാൻ എൻ്റെ വ്യൂസ് കിട്ടാൻ വേണ്ടി അല്ല പറയണത്. ബട്ട് യെസ്, ഇതൊരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ്, ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഗുണം അപ്കമിങ് ടൈമിൽ ഉണ്ടാകും. റെഗുലർ ട്രാക്ക് ചെയ്യണം. അപ്പോഴേ മീൻസ് ഒരു ട്രാപ്പിന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഇവിടെ ഇതൊരു കാണിച്ചു തരാം. ഇത് പ്രൈസ് മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ഓക്കെ, എനിക്ക് ഇത് തന്നെ കിട്ടി, അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് നേരെയില്ല വേറെ തപ്പി കണ്ടുപിടിക്കാൻ. സോ ഞാൻ ജസ്റ്റ് ഇത് നോക്കാം. ഇത് ഇത്ര
എത്ര ബാർസ് എടുത്ത് 111 ബാർസ്, ഒരു 110 ബാർസ്. തിരിച്ച് മുകളിലേക്ക് കയറിയപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് കണ്ടോ, ഇത് കണ്ടോ, ഇതും മുകളിലേക്ക് ക്രോസ് ആയിട്ടില്ല. ഇവിടെ എന്തോ ക്രോസ് ആയിക്കണാണ്, ഇവിടെയാണ് എന്തോ ബാർ, അതിൻ്റെ അബവ് ക്ലോസിങ് കിട്ടിയേക്കണം. എത്ര ബാർസ്, അതിനേക്കാളും ഡബിൾ. അതാണ് എപ്പോഴും പറയുന്നത്. ഇത് കണ്ട, ഇത് 110, ഇത് ബ്രേക്ക് ഔട്ട് തരാണെങ്കിൽ ഇവിടെ തന്നെ ബ്രേക്ക് ഔട്ട് തരും. 110 ഇത് കണ്ട 80, ഇവിടെ ബ്രേക്ക് ഔട്ട് തരാനായിരുന്നു, ബട്ട് അത് തന്നില്ല. പിന്നെ ഇവിടെ വന്നു 110 അബവ് ഇങ്ങനെ പോയാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് മുകളിലേക്ക് പോകണ മീൻസ് ഈ മുകളിൽ നിന്ന് താഴേക്ക് വന്ന ഫോൾ ഉണ്ടല്ലോ, 110 ക്യാൻഡിൽസ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഓവറോൾ ഇത് കണ്ട താഴെ ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ കാണുന്നതായിട്ട് 110 ബാർസ്. ഇതാണ് 110 ബാർസ്. ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇതാണ് 110 ബാർസ്. ഓക്കെ, സോ 110 ബാർസ് മീൻസ് ആ ഒരു ക്യാൻഡിൽസ്, എത്ര ക്യാൻഡിൽസ് അത് തന്നെ. ആ ഒരു ടൈം പീരീഡ് അതിനേക്കാളും കുറവ് ഓർ അത്ര തന്നെ ടൈം പീരീഡ് എടുക്കണം ടു ക്രോസ് ചെയ്യാൻ വേണ്ടിയത്. ഓക്കെ, ഈ ഹൈ ക്രോസ് ചെയ്യാൻ. ഇൻ കേസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതാണ് 110 ബാർസ്, 110ാമത്തെ ക്യാൻഡിലാണ് ഇത്. ദാറ്റ് മീൻസ് ഇതുവരെ പ്രൈസ് ഇതിൻ്റെ അബവ് പോയിട്ടില്ല. ദാറ്റ് മീൻസ് പ്രൈസ് ഇനി മുകളിലേക്ക് പോയാലും പ്രൈസ് എന്ത് ചെയ്യും, സക്സസ് ആവത്തില്ല. മുകളിലേക്ക് അത് മൂവ് പോവില്ല. പോകും മുകളിലേക്ക്, ഇതിൻ്റെ അബവ് പോയിട്ടും കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. 111%, 127% പോകാൻ. ബട്ട് ആ മുകളിലേക്ക് പോകുന്ന പോക്ക് ശരിയാവില്ല. അത് നമുക്ക് ABC ആയിട്ട് പിന്നെ വേണം കൗണ്ട് ചെയ്യാൻ. പിന്നെ ABC സിയുടെ അകത്ത് 5 മൂവ്സ് 1 2 3 4 5 5 8 അങ്ങനെ ഡബിൾ ടോപ്പ് എന്തെങ്കിലും ഫോം ചെയ്തിട്ട് പ്രൈസ് പിന്നെ താഴേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരും. ഇത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുക. അപ്കമിങ് ടൈം കുറച്ചുകൂടി മെച്യൂരിറ്റി കിട്ടും. വീഡിയോ കുറച്ചുകൂടി പ്രോപ്പറാക്കി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, കുറച്ചുകൂടി ലോങ് ആക്കി ഷെയർ ചെയ്യാൻ പറ്റും. ബട്ട് ഒത്തിരി പേര് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എലിജിബിലിറ്റി ബേസിക് മാത്രം ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ബട്ട് യെസ്, ഇത് ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഹോപ്പ് യു ലവ് ദിസ് വീഡിയോ. പാറ്റേൺ കൺഫർമേഷൻ വീഡിയോ ആണ്. ഞാൻ ഇത്രയും തന്നെ ഷെയർ ചെയ്യുന്നുള്ളൂ, വേറെ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ബട്ട് യെസ്, പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും തമ്പ് അല്ലെങ്കിൽ ഹേർട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക്